നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഒരു നടൻ തന്നെയാണ് നടൻ കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. കൃഷ്ണകുമാറിൻ്റെ എല്ലാ മക്കളും സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരാൾ മാത്രം ഇപ്പോഴും വ്യത്യസ്തയായിട്ട് മാറി നിൽക്കുകയാണ്. അത് മറ്റാരുമില്ല, ദിയ കൃഷ്ണ തന്നെയാണ്. സിനിമയിൽ മുഖം കാണിച്ചിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആരാധകരുള്ള ഒരു താരം തന്നെയാണ് ദിയ കൃഷ്ണ. കഴിഞ്ഞ ദിവസമായിരുന്നു ദിയയുടെ വിവാഹം. 2 വർഷത്തെ പ്രണയം, അത് ഏറ്റവും അടുത്ത സുഹൃത്തായ അശ്വിൻ ഗണേഷിനെയാണ് ദിയ കൃഷ്ണ വിവാഹം ചെയ്തിരിക്കുന്നത്. എന്തായാലും വധുവായി ദിയ കൃഷ്ണ എത്തിയപ്പോൾ എല്ലാവരുടെയും കണ്ണുടയ്ക്കത് അവരുടെ വിവാഹ സാരിയിൽ തന്നെയായിരുന്നു. വളരെ ഭംഗിയായി, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വിവാഹമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുങ്ങുന്നതും അവരുടെ സ്റ്റൈലും ഒക്കെ ആരാധകർ ഉറ്റുനോക്കിയ ഒരു കാര്യം കൂടിയായിരുന്നു. എന്തായാലും സ്ഥിരമായി കാണുന്ന പാറ്റേണിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ദിയയുടെ ബ്രൈഡൽ ലുക്ക്. സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തതാണ് ദിയയുടെ സാരി. ഒപ്പം സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയും ദിയയെ സാധാരണ ദക്ഷിണേന്ത്യൻ വധുവിൽ നിന്നും വളരെയധികം വ്യത്യസ്തയാക്കി. എപ്പോഴും വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ആൾ കൂടിയാണ് ദിയ. അതുകൊണ്ട് തന്നെ സ്വന്തം വിവാഹ സാരി തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് സാരി ഒരുക്കിയ ജോയൽ ജേക്കബ് മാത്യു പറയുന്നത് ഇങ്ങനെയാണ്. അഹാന അടക്കമുള്ള താരകുടുംബത്തിലെ എല്ലാവരുടെയും സാരി ഒരുക്കിയത് ജോയലാണ്. 4 ഗ്രാം ഗോൾഡ് സെറി ഉപയോഗിച്ച്, അതായത് പട്ടുനൂൽ ഉപയോഗിച്ച് നെയ്തിട്ടുള്ള കാഞ്ചിപുരം സിൽക്ക് സാരിയാണ് ദിയയുടേത്. പേസ്റ്റൽ കളറായിരുന്നു ദിയ തിരഞ്ഞെടുത്തത്. സാധാരണ ഹിന്ദു വധുക്കൾ പേസ്റ്റൽ കളർ തിരഞ്ഞെടുക്കാറുണ്ടെങ്കിലും പലപ്പോഴും പീച്ച്, പിങ്ക് നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് കളർ തന്നെ വേണം എന്നായിരുന്നു ദിയയുടെ ആവശ്യം. അങ്ങനെയാണ് നീല തിരഞ്ഞെടുക്കുന്നത്. നീല നിറം മാത്രം വരുമ്പോൾ വധുവിൻ്റെ മുഖം അല്പം മങ്ങിയ പോലെയാകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് ആ സാരിയിൽ വേണമെന്ന് ദിയയ്ക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ പേസ്റ്റലിൽ ബോർഡർ കോൺട്രാസ്റ്റ് ചെയ്തു. എന്നാൽ സാധാരണ കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇത് കോൺട്രാസ്റ്റ് പൈപ്പിംഗ് ബോർഡറാണ്. സൈലന്റ് ബോർഡർ ആണെങ്കിലും മുകളിലത്തെ ബോർഡർ ചെറുതും താഴേക്ക് ഡബിൾ ബോർഡറും വരുന്ന രീതിയിലാണ് സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീടും സാരി ഹാൻഡ് പ്ലീറ്റഡായി ഉടുക്കാൻ സാധിക്കും. 1 മാസം എടുത്താണ് സാരി തയ്യാറാക്കിയത്. ആദ്യം സിൽക്ക് സാരി നെയ്തെടുത്ത ശേഷം അതിലേക്ക് ഹാൻഡ് വർക്ക് ചെയ്യുകയാണ്. സർദോസി ഹാൻഡ് വർക്കാണ് സാരിയിലേത്. 3D സ്റ്റോൺസും ബീഡ്സും നൂലും ഉപയോഗിച്ചുള്ള 3D എംബ്ലേഷൻസ് ആണ് നൽകിയിരിക്കുന്നത്. പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിക്കുന്നതിനായതിനാൽ സാരിക്ക് 2 ലക്ഷം രൂപ വില വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ദിയയുടെ സാരിയിലെ പ്രിന്റും തികച്ചും വ്യത്യസ്തമാണ്. സാധാരണ എല്ലാവരും ഫ്ലോറൽ പ്രിന്റാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ പക്ഷികളെ ഇഷ്ടമുള്ള ആളായതിനാൽ ദിയയുടെ സാരിയിൽ ബോർഡി മോട്ടീവേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. സാരിയുടെ ടസൽസ് മാത്രം 2.5 ആഴ്ച എടുത്തു പണിതതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരേന്ത്യനും ദക്ഷിണേന്ത്യനും ചേർന്ന് ഒരു ലുക്കായിരുന്നു ദിയയ്ക്ക് ആവശ്യം. അതുകൊണ്ടാണ് ദുപ്പട്ടയും കൂടി ഉൾപ്പെടുത്തി സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. സാരിയുടെ ബേസ് കളറിൽ സിൽക്ക് നൈറ്റ് മെറ്റീരിയലാണ് വേലിന് ഉപയോഗിച്ചിരിക്കുന്നത്. നീളത്തിലുള്ള ദുപ്പട്ട നൽകിയിരിക്കുന്നത്, പക്ഷേ അത് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് അല്പം വ്യത്യസ്തമായാണ്. ദുപ്പട്ടയുടെ ഒരു വശത്ത് 3D എംബ്ലിഷ്മെന്റ് ഹെവിയായി നൽകിയിട്ടുണ്ട്. അത് കാണുന്നതിനായി കയ്യിലേക്ക് എടുത്തു പിടിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്നും ജോയൽ പറയുകയായിരുന്നു. ദിയയുടെ സാരിയിലുള്ള ബോൾഡ് മോട്ടീവേഴ്സിലെ പിങ്കിന്റെയും പീച്ചിന്റെയും പല ഷെയ്ഡുകളിൽ നിന്നാണ് അഹാനയുടെയും സിന്ധു കൃഷ്ണയുടെയും സാരികളും ഇഷാനിയുടെയും ഹൻസികയുടെയും ധാവണികളും തയ്യാറാക്കിയിരിക്കുന്നത്. ടിഷ്യൂ കാഞ്ചിപുരം സാരിയാണ് അഹാനയുടേത്. അഹാനയുടെ സാരിക്ക് 60,000 രൂപ വില വരും. ഏകദേശം 100 സാരികൾ വരെ കാണിച്ചിരുന്നു. ദിയയുടെ സാരി ലഭിച്ചപ്പോൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു. തുടർന്നാണ് ബാക്കിയുള്ളവർ തിരഞ്ഞെടുത്തതെന്നും ജോയൽ അറിയിച്ചു. എന്തായാലും വളരെ ഗംഭീരമായി തന്നെ, വളരെ സന്തോഷകരമായി തന്നെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ദിയയുടെ ജീവിതത്തിൽ എന്താണെന്നറിയാൻ, ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും.